അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യനായ ഉദ്ഘാടകൻ കുഞ്ഞ് മുഹമ്മദ് മദനി പറപ്പൂർ, മറ്റു പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പരിപാടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാർമ്മികത കുടുംബം എന്ന ടൈറ്റിലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം തികഞ്ഞ നിർഭയത്വത്തോടും പ്രാർത്ഥനയോടും അതിലേറെ വിനയത്തോടും കൂടി തന്നെയാണ് ഈ പരിപാടി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. നിർഭയത്വത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സമൂഹത്തിന് സമർപ്പിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം, ഇസ്ലാം മുമ്പൊരിക്കലും എതിർക്കപ്പെടാത്ത മതമോ വിശുദ്ധ ഖുർആൻ വിമർശിക്കപ്പെടാത്ത ഒരു ഗ്രന്ഥമോ ആണെന്ന ധാരണ ഇതിൻ്റെ സംഘാടകർക്കില്ല. ഇതിനു മുമ്പും ഇസ്ലാമിനെയും അതിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെയും വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ആ വിമർശകർ ഇപ്പോഴുള്ള വിമർശകരെക്കാളും അറബി ഭാഷയിലും സാഹിത്യത്തിലുമെല്ലാം അതിശക്തന്മാരായിരുന്നു. അതുപോലെ തന്നെ ആ വിമർശനങ്ങളോടൊപ്പം അതിനെല്ലാം കൃത്യമായ വിശദീകരണങ്ങളും മറുപടികളും നൽകിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ ഇന്നുള്ള പണ്ഡിതന്മാരെക്കാളും എത്രയോ ദീനിൽ അവഗാഹമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാർ അന്ന് നൽകിയ ആ മറുപടികൾ, അതിനവർ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, അത് അതേപോലെ ആ സച്ചരിതരായ സലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കുന്നു, അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ പരിപാടി വളരെ നിർഭയത്വത്തോടുകൂടി നടത്താൻ ഈ വിസ്ഡം കൂട്ടായ്മകൾക്ക് സാധിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു കാരണം, അടിസ്ഥാനപരമായ അറിവുള്ള ഒരാളെയും ഇസ്ലാമിൻ്റെ വിമർശകന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവരെ പോറലേൽപ്പിക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല. എന്നാൽ ഇസ്ലാമികമായി അടിസ്ഥാനപരമായ അറിവില്ലാത്ത ആളുകളെ ഒരുപക്ഷെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവർക്ക് സാധിച്ചേക്കാം. അത്രമാത്രമേ ഈ വിഷയത്തിലുള്ളൂ. മറ്റൊന്ന്, ഈ കൂട്ടായ്മയെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൻ്റെ മുമ്പിൽ നിർഭയത്വത്തോടു കൂടി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരം വിശദീകരണങ്ങളും മറുപടികളും കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല നടത്തുന്നത്. ഈ കൂട്ടായ്മ തിരിച്ചറിയുന്നു, ഇതൊരു ടീം വർക്കിലൂടെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഇസ്ലാമിക വിമർശനങ്ങളെ കൃത്യമായി അവലോകനം ചെയ്യുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന മറ്റു വിജ്ഞാന മേഖലകളിൽ കഴിവുള്ളവരുമൊക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് ശൂറകളിലൂടെ, ചർച്ചകളിലൂടെ ഉരുത്തിരിച്ചെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരം വിമർശനങ്ങളെ നേരിടേണ്ടത് എന്ന കൃത്യമായ ഒരു ഉൾക്കാഴ്ച ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുതന്നെയാണ് ഭയമില്ലാതെ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് ഈ കൂട്ടായ്മയെ സജ്ജമാക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം. വ്യക്തികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട വ്യക്തികൾ വ്യക്തിപരമായി മാത്രം മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും മാനുഷികമായ അബദ്ധങ്ങൾ ഉണ്ടാകാം. ശൂറയില്ലെങ്കിൽ അബദ്ധങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. മാത്രവുമല്ല, ഇനി അവർ നല്ല രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ തന്നെ അവരുടെ മരണശേഷം ആ ഭാഗം ശൂന്യമായി കിടക്കും. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പണ്ഡിതന്മാരും ആളുകളുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടികളുമായി വന്നവർ അവരുടെ കാലഘട്ടത്തിന് ശേഷം ആ ഭാഗം ശൂന്യമാവുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ
ഒരു കൂട്ടായ യത്നത്തിലൂടെയായിരിക്കണം വിമർശനങ്ങളെ അപഗ്രഥിക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് ഈ കൂട്ടായ്മ പങ്കുവെക്കുകയാണ്. അതിനേക്കാളുമെല്ലാം നമുക്ക് ധൈര്യം നൽകുന്നത് ഇത് അള്ളാഹുവിൻ്റെ ദീനാകുന്നുവെന്നതാണ്. ഈ ദീനിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണതിനെ ഇറക്കിയിരിക്കുന്നത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്, അവൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടും നമ്മളാരും അതിന് യാതൊരു വിഷമവും ഉണ്ടാവേണ്ടതില്ല. ഇത് അള്ളാഹു തന്നെ സംരക്ഷിക്കും. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടാൽ മാത്രം മതി. അതുകൊണ്ടാണ് നിർഭയത്വമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, പ്രാർത്ഥനയോടുകൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കാരണം നമ്മുടെ പിഴവുകൾ ഇസ്ലാം തെറ്റിദ്ധരിക്കാൻ ഒരിക്കലും കാരണമായി കൂടാ എന്ന ഒരു ജാഗ്രത ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നമുക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യന്മാർക്ക് തെറ്റുകൾ പറ്റാം. ആ തെറ്റ് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം ഭംഗിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അത് ഹൈറാക്കി തീർക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ തെറ്റുകൾ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നതിൽ വന്നു കഴിഞ്ഞാൽ അത് ആര് ചൂണ്ടിക്കാണിച്ചാലും, അത് വിമർശകരാകട്ടെ, അനുകൂലികളാകട്ടെ, അനുഭാവികളാകട്ടെ, ആര് ചൂണ്ടിക്കാണിച്ചാലും അത് അപ്പോൾ തന്നെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതും ഒരു ധൈര്യം തന്നെയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ മുൻഗാമികളുടെ മുന്നേറ്റങ്ങളെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. കേരളത്തിൽ വിമർശനങ്ങൾ, ഇസ്ലാമിക വിമർശനങ്ങൾ പല രീതിയിൽ കടന്നു വന്നപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് മലയാളക്കരയിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പണ്ഡിതന്മാരിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെയെല്ലാം സ്മരിച്ചുകൊണ്ടും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും വിവരണങ്ങളും എല്ലാം റഫർ ചെയ്തുകൊണ്ടും തന്നെയാണ് അതിൻ്റെ തുടർച്ചക്കാരെന്ന നിലക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്ന സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്പജ്ഞാനം കൊണ്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ ഒരിക്കലും നമ്മൾ തകരാറിലാക്കരുത് എന്നതാണ്. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിക വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒട്ടനവധി സൈറ്റുകൾ, ഓൺലൈൻ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ ചില ആളുകൾ അതിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അവരറിയാതെ അവരുടെ ഈമാൻ തന്നെ അവസാനം അലങ്കോലപ്പെട്ടു പോകുന്ന സാഹചര്യം വരുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ വിമർശകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രോഗ്രാം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സത്യാന്വേഷികളെയാണ്. മുൻവിധിയും പക്ഷപാതിത്വമുള്ളവരെയും ഒരിക്കലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. ബഹുമാനനായ അബൂബക്കർ സലഫി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണോ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അവരാണ് പിന്നീട് ഇസ്ലാമിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രബോധകന്മാരായി മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഉന്നതമായ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇസ്ലാമിക വിമർശകന്മാരെ ഞങ്ങൾ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നത്. അള്ളാഹു അവർക്കെല്ലാം ഹിദായത്ത് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതിനെ തോൽപ്പിക്കാൻ, ഇസ്ലാമിക പ്രമാണങ്ങളെ വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും നമുക്ക് അള്ളാഹുവിന് ഇതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആര് നന്ദി ചെയ്യുന്നുവോ അതിൻ്റെ ഗുണം അവന് തന്നെയാണ് ലഭിക്കുക. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ആര് നിഷേധിയായി മാറുന്നുവോ അള്ളാഹു ആകട്ടെ പ്രതാപശാലിയും സ്തുത്യർഹനുമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് യാതൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, നമുക്കാണ് ഈ സ്വീകരിച്ചാലുള്ള ഗുണവും ഇത് തിരസ്കരിച്ചുവാനുള്ള ദോഷവും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയെ വീക്ഷിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നാട് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഭയമാണ്. എല്ലാ രംഗത്തും ഭയമാണ്. ആ ഭയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മതചൂഷണങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വർഗീയത തലപൊക്കിക്കൊണ്ടിരിക്കുന്നത്.
വർഗീയ ശക്തികൾ ഇവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർഭയത്വത്തിൻ്റെ വഴി എന്താണ് എന്ന് പ്രത്യേകിച്ച് ഇന്ന് മലയാളികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പല വഴികളും ആളുകൾ പറയുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർഭയത്വത്തിൻ്റെ നേർവഴി ഇസ്ലാമാകുന്നു എന്ന സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നിർഭയത്വത്തിൻ്റെ നേർവഴി എന്ന കാലികവും അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വലിയ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന ഡിസംബർ 29 എറണാകുളത്ത് വെച്ചുകൊണ്ട് ദക്ഷിണ കേരള സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ ഡേറ്റുകൾ നോട്ട് ചെയ്തു വെക്കുകയും പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ പ്രവർത്തകന്മാർ ഈ സന്ദേശം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രവർത്തനത്തിന് സജ്ജമാവുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉദാത്തമായ ആദർശം, ഉത്തമമായ സമൂഹം എന്ന പ്രമേയം വെച്ചുകൊണ്ട് എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇസ്ലാഹി സംഗമങ്ങളും മുജാഹിദ് സംഗമങ്ങളും സോണൽ മീറ്റുകളും ജില്ലാ പ്രതിനിധി സമ്മേളനങ്ങളുമായി കൊണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശരിയായ രീതിയിലുള്ള പ്രബോധനത്തിന് വേണ്ടിയുള്ള ചാലുകൾ കീറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായി ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.